നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയോട് അമിത്ഷാ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇതിന് വ്യക്തമായ ഉത്തരം എന്തായാലും രാഹുൽ ഗാന്ധി നൽകിയേ മതിയാകൂ. വരൂ രാഹുൽ അമേഠിയിലേക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ക്ഷണമാണിത്. എന്തിനാണ് രാഹുൽ അമേഠിയെ വിട്ടുപോകുന്നതെന്നത് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും സ്വാഭാവിക സംശയമാണ്. അത് തീർക്കാനെങ്കിലും രാഹുൽ അമേഠിയിൽ വന്ന് മത്സരിക്കണം. അമേഠിയെ ഉപേക്ഷിച്ച് വയനാട്ടിൽ പോയി ഒളിച്ചിട്ടാണ് BJPയെ 150 സീറ്റിൽ താഴെ ഒതുക്കുമെന്ന് രാഹുൽ വീമ്പിളക്കുന്നത്. അതെങ്ങനെ ശരിയാകും? ഗാന്ധിനഗറിലെ റോഡ് ഷോയ്ക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തിരിമറി ഉണ്ടാക്കിയെങ്കിലും BJP 180 സീറ്റിൽ കൂടുതൽ ജയിക്കില്ല എന്നാണ് രാഹുലിന്റെ സഹോദരി പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴെല്ലാം EVMനെ കുറ്റം പറയുന്നത് കോൺഗ്രസിന്റെ ഒരു സ്വഭാവമാണ്. ഇത്തവണ അത് തിരഞ്ഞെടുപ്പിന് മുൻപേ ആയി എന്ന് മാത്രം. അവർ ജയിക്കുന്നിടത്ത് EVM ശരിയാണ്, തോറ്റാൽ കൃത്രിമവും. അതാണ് നിലപാട്. ഇതേ EVMൽ വോട്ട് ചെയ്യാനാണ് മുൻപ് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഇപ്പോൾ തെലങ്കാനയിലും അവർ ജയിച്ചതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. പരാജയ ഭീതി മൂലം പ്രതിപക്ഷ പാർട്ടികൾക്ക് നിലതെറ്റിയിരിക്കുന്നു. അവർ കാർഗോയിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സൈന്യത്തിനെ അധിക്ഷേപിക്കുന്നതിന് അല്പം പോലും സങ്കോചം അവരിൽ ഒരാൾക്ക് പോലും തോന്നുന്നില്ല എന്നത് അതിശയമാണ്. ബംഗാളിൽ മമതയുടെ ദുർഭരണത്തിന് ഈ തിരഞ്ഞെടുപ്പ് മറുപടി നൽകുമെന്ന ചോദ്യത്തിന് ഉത്തരമായി അമിത്ഷാ പറഞ്ഞു. സന്ദേശ് ഗാലിയുടെ സന്ദേശം മനസ്സിലാക്കാൻ മമതയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും ബംഗാളിലെ അമ്മമാരും സഹോദരിമാരും അവരെ അതെന്താണ് പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും അമിത്ഷാ പറഞ്ഞു.